വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലും ബ്രഹ്മഗിരി തട്ടിപ്പിലും വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രകടനമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചാണ് തടഞ്ഞത്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനും മുകളിൽ കയറി അകത്തേക്ക് കടക്കാനും ശ്രമിച്ചതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. ഇതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വിജയകുമാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് നേതാവും ദേവസ്വം ബോർഡ് മെമ്പറും അകത്താണ്. ഏറ്റവും അവസാനം കോട്ടയത്തെ SP-യുടെ പിതാവ്, അതുപോലെ തന്നെ ശങ്കർദാസ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി പറഞ്ഞു. പെട്ടെന്ന് രോഗമായി ആശുപത്രിയിലായി. അദ്ദേഹത്തിന്റെ രോഗാഭിനയം ഹൈക്കോടതിക്ക് ബോധ്യമായി. കോടതി ആശുപത്രിയിൽ ചെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞു. ഇവരൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ളവരെ എല്ലാം വിടാം. ഉണ്ണികൃഷ്ണൻ യോജി, മുരാരി ബാബു, അതുപോലെ സുഭാഷ് ബാബു, അതുപോലെ ബൈജു അടക്കം 11, 12, 13 പ്രതികളായി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അതിശക്തമായ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റത്തിന്റെ കാരണം ശബരിമലയാണെന്ന് പിണറായി വിജയൻ അറിയാം, ഇടതുപക്ഷ മുന്നണിക്ക് അറിയാം, ഗോവിന്ദൻ അറിയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ആളുകളെ ചോദ്യം ചെയ്യാൻ, കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ വിലങ്ങായി നിന്നത് SIT-യോട് അത് പാടില്ലെന്ന് പറഞ്ഞത് കേരള ഗവൺമെന്റാണ്, മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് SIT-ക്ക് സ്വതന്ത്രമായി, സുതാര്യമായി, നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.